നമ്മുടെയൊക്കെ തോട്ടത്തിൽ നല്ല രീതിയിൽ കാണുന്ന പുള്ളിച്ചേമ്പാണത്. അപ്പോൾ ഈ പുള്ളിച്ചേമ്പിന്റെ ഇല ഉണ്ടല്ലോ, ഈ ഇല മാത്രമൊക്കെ കൂട്ടാൻ വെക്കുന്നു പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു റെസിപ്പി നോക്കുന്നത് കേട്ടോ, എങ്ങനെയാണ് ഇത് കൂട്ടാൻ വെക്കുന്നത്. അവർ വർഷങ്ങളോളൊക്കെ ഇത് കഴിച്ചെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമ്മളിത് ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണേ. എങ്ങനെയായാലും അഡ്വാൻസ് ആയിട്ട് വീഡിയോ കണ്ടിട്ട് ആരും അനുകരിക്കരുത്. ഇതുപോലെ ചെയ്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ ആദ്യം തന്നെ തോട്ടത്തിൽ പോയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഓവർ മൂപ്പില്ലാത്ത നല്ല ഇടത്തര ഇലകളൊക്കെ കുറച്ച് നമ്മൾ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ആദ്യം എന്ത് ചെയ്യുക, മൊത്തം വാഷ് ചെയ്തെടുക്കട്ടെ. ആദ്യം നമ്മളൊരു കുക്കർ എടുത്ത് അതിനകത്തേക്ക് ചക്കക്കുരു ഇതേപോലെ കട്ട് ചെയ്തത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ശേഷം അരിഞ്ഞെടുത്തിട്ടുള്ള പുള്ളിച്ചേമ്പിൻ്റെ ഇല അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറെടുത്ത് വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, നല്ല ജീരകം, തേങ്ങ, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചെടുത്തുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതും കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ആ ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ടേ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ച് പറഞ്ഞതല്ലേ, ഇനി ഒന്ന് വേവട്ടെ, ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നമ്മളെ പാകത്തിന് ഉപ്പൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. പുള്ളിച്ചേമ്പിൻ്റെ ഇല കൂട്ടാൻ വെച്ചത് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴമക്കാരുണ്ടാക്കിയ ഒരു ഫുഡാണെന്നത് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ജനറേഷനിൽ നമ്മളിത് കണ്ടിട്ടില്ല. എങ്ങനെയായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നേരത്തെ ഇത് ഉണ്ടാക്കി കഴിച്ചിരുന്ന ആൾ തന്നെയാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടാ. അപ്പോൾ അതുകൊണ്ട് അവരിത് ഒരുപാട് കഴിച്ചിരുന്നു ചെറുപ്പത്തിലെന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ തന്നെ നമ്മളും കഴിക്കും. എങ്ങനെയായാലും ഇന്നത്തെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്ത് കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ പയറിൻ്റെലൊക്കെ ഇതുപോലെ ചെയ്യില്ല, ഏകദേശം ആ ഒരു സംഭവം തന്നെ. പിന്നെ നമ്മളെ ചക്കക്കുരു മാസ്റ്റർ, പുള്ളിച്ചേമ്പിൻ്റെ ഇലൻ്റെ കടിയൊക്കെ ഉണ്ടല്ലോ, നല്ല രസമായിട്ട് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒരു മുന്തി നിൽക്കുന്ന ഒരു ഫ്ലേവറോ കാര്യങ്ങളോ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പയറിൻ്റെ ഇല കഴിക്കുന്ന ആ ഫ്ലേവർ അല്ല, പക്ഷെ എന്നാൽ വേറെ എന്തോ ഒരു സംഭവം. എങ്ങനെയാലും കൊള്ളാം സംഭവം. ചോറിൻ്റെ കൂടെ ഇനി കറിയൊന്നും വേണ്ട, ഇത് ഉണ്ടെങ്കിൽ ഇങ്ങനെ കുഴച്ച് കഴിച്ചാൽ സംഭവം അടിപൊളിയാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.